കബൂസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾ എടുക്കുന്നത് മൈദപ്പൊടിയും വെള്ളമൊക്കെ മെഷർമെന്റ് കപ്പിൽ കറക്റ്റായിട്ട് അളന്നിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഞാനിവിടെ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. 3 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കബൂസാക്കാന്ന്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അധികം ചൂട് പാടില്ല, ഇളം ചൂട് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർക്കാം. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഡൈ ചെയ്ത് പോകും. അപ്പം ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് വേണം ഈസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈസ്റ്റും പഞ്ചസാരയും ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം വെള്ളം ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും ആദ്യം ഇതേപോലെ വലിയൊരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൗണ്ടർ ടോപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ പൊടി കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ പൊടി കുഴച്ച് നല്ല സോഫ്റ്റ് ആവണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് തേച്ചിട്ട് ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഇതൊരു 3 മണിക്കൂറിനുള്ളിൽ ഇത് പൊന്തി വരും. തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ കുറച്ച് സമയം ചിലപ്പോൾ കൂടുതലെടുക്കും. ഇതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഈ മാവിൻ്റെ എല്ലായിടത്തുനിന്നും തേക്കാം. ഈ മാവ് പൊന്തിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതെടുത്തിട്ട് നമുക്ക് കബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. തുറന്നു വയ്ക്കരുത്. തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ഈ മാവ് പൊന്തിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തിട്ട് നമ്മൾ ഈ കബൂസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ മാവ് താഴത്തേക്ക് ഇരുന്ന് പോകും. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഈ മാവ് ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെയാണ് പരത്തിയെടുക്കേണ്ടത്. വേണ്ടിയിട്ട് ഈ മാവിനെ നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി അന്ന് ഓരോ പീസ് എടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അന്ന് ഓരോ പീസ് എടുത്തിട്ട് ഈ പീസ് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്താം. ഇതിങ്ങനെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പീസ് ഒന്ന് റൗണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓരോ സൈഡ് ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ടാക്കിയിട്ട് കിട്ടും. ഇതേപോലെ റൗണ്ടായിട്ട് കിട്ടി.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. പൊടി ഇടുമ്പോൾ കുറച്ച് പൊടി ഇട്ടാൽ മതി. ഇതിങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ മൈദപ്പൊടി കുറച്ചിങ്ങനെ വെതറി കൊടുക്കുന്നത്. ഇതൊന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കുക. ഇതിങ്ങനെ പരത്തുമ്പോൾ നല്ല ബലം കൊടുത്ത് പരത്തേണ്ട ആവശ്യമില്ല. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ബലം കൊടുത്തിട്ട് പരത്തിയെടുക്കുക. ഇതേപോലെ എല്ലാവരും ഇങ്ങനെ തന്നെ പരത്തിയെടുക്കുക. നീക്കി വയ്ക്കുക. ഈ മാവ് നിങ്ങൾ പൊന്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കണം. നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഈ മാവ് പെട്ടെന്ന് പൊന്തി വരും. ഇത് പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാവ് താഴത്തേക്ക് ഇരിക്കും. പിന്നെ താഴത്തേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മാവ് വെച്ചിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നല്ല കനം കുറച്ച് പരത്തുണ്ട്. ചപ്പാത്തിനേക്കാളും ചെറുതായിട്ട് കനം വേണം. ഇതെല്ലാവരും പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഈ കബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് മറ്റേ സൈഡും തിരിച്ചിടണം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി അത് ചെറുതായിട്ട് ബബിൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. അത് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡാണ് ഇട്ടിട്ട് ചൂടാക്കരുത്. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിടണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴാണ് ഇത് പൊന്തി വരാൻ. ഇത് വെന്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് മാറ്റാം. കബൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ മട്ടൻ കറിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുക. എൻ്റെ ഉള്ളും ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും.